പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 55-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ആത്മാ മറിയ മാത്യു എന്ന ഒരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ആത്മാ മറിയ മാത്യു. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഈ സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ ഞാൻ കാരണം മരിയൻ ഉടമ്പടിയുടെ മൗലിക സ്വഭാവങ്ങളായ ടൈം ഷോർട്ടനിങ്, അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതുപോലെ തന്നെ പ്രസൻസ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന വലിയൊരു സാക്ഷ്യമാണ്. കൂടാതെ തന്നെ ഈ മകൾക്ക് വചനബോധ്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ മകളുടെ സാക്ഷ്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഒന്നാമതായിട്ട് ഈ മകൾ പറയുന്ന സാക്ഷ്യം: ഞാൻ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നത് മെയ് 2025 BA ഓണേഴ്സ് ഇൻ ലീഗൽ സ്റ്റഡീസിലാണ് ഞാൻ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ മകളുടെ ഒക്കെ ഒരു കൺഫ്യൂഷൻ വന്നു, എങ്ങനെ കരിയർ മൂവ് ചെയ്യണം. അപ്പോൾ ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നൊരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചു. മകൾ പറഞ്ഞ ഇപ്രകാരമാണ്: അപ്പോഴാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നതും മരിയൻ ഉടമ്പടി ജീവിതം ഞാൻ സ്വീകരിക്കുന്നതും. അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. മരിയൻ ഉടമ്പടി ജീവിതം അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ച ഒരു മകളുടെ സാക്ഷ്യമാണ്. ഇപ്രകാരം മരിയൻ ഉടമ്പടി എടുത്ത് ആ ജീവിതത്തിലേക്ക് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് ഈ മകൾക്ക് വലിയൊരു വാതിൽ തുറന്നിട്ട് കൊടുത്തു. അത് വേറൊന്നുമല്ല, മാതാവ് എനിക്ക് വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് ഇറാസ്മസ് റോട്ടർഡാം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ എനിക്ക് മാതാവ് അഡ്മിഷൻ തരികയും അവിടെ LLM ഇൻ ഇൻ്റർനാഷണൽ ആൻഡ് യൂറോപ്യൻ ലോയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഓഫർ ലെറ്റർ തരികയും ചെയ്തു. അപ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റിൽ നടന്നതാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈ മകള് പഠിച്ചത് ഒരു കൺവെൻഷൻ LLB സബ്ജക്റ്റ് അല്ല പഠിച്ചത്, BA ഓണേഴ്സ് ഇൻ ലീഗൽ സ്റ്റഡീസാണ്. അപ്പോൾ അത് ഈ LLB ആയിട്ട് യൂണിവേഴ്സിറ്റി, അതും ടോപ്പ് യൂണിവേഴ്സിറ്റി ഈക്വലൈസ് ചെയ്ത് ഈ മകൾക്ക് ഈ ഒരു അഡ്മിഷന് ഓഫർ ലെറ്റർ കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ആ മകള് ഈ സാക്ഷ്യത്തിൽ ആ മകളുടെ തന്നെ വാക്കുകളിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാനൊരു യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞല്ല ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഞാൻ പഠിച്ച കോഴ്സ് ഒരു സാധാരണ LLB ആയിരുന്നില്ല. ഞാൻ പഠിച്ച കോഴ്സ് ഒരു BA ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു. ഒരു കൺവെൻഷണൽ LLB അല്ല ഞാൻ ഹോൾഡ് ചെയ്തത്. അപ്പം നാച്ചുറലി എനിക്ക് ഒരു LLM അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഇൻ ലോയ്ക്ക് ഞാൻ എലിജിബിൾ അല്ല, അതും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധമ്മ നോട്ട് ബൈ മെറിറ്റിൽ ആ മകൾക്ക് അത് കൊടുത്തു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത്. പിന്നീട് ആ മകൾ പറയുന്നുണ്ട്, ഇതിനോടൊപ്പം തന്നെ ഞാൻ IELTS-ൻ്റെ ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. IELTS-ൻ്റെ ടെസ്റ്റ് എഴുതുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാണ് ഞാൻ പോയത്. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് C1 ആയിരുന്നു എൻ്റെ റിസൾട്ട്. അപ്പോൾ അത് നല്ല സ്കോർ കിട്ടി, ഒരു 7 ആ ഒരു സ്കോർ കിട്ടിയെന്ന് പറഞ്ഞു. അതാണ് മകൾ ആദ്യം പറയുന്ന സാക്ഷ്യം. രണ്ടാമതായിട്ട് മകൾ പറയുന്ന സാക്ഷ്യ പ്രകാരമാണ്: ഞങ്ങൾക്ക് 40 ലക്ഷത്തോളം കടം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ ആ മകള് ഈ സമയച്ചുരുക്കം, അതല്ലെങ്കിൽ കൃപാസനം നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ദൈവിക ഇടപെടലുകൾ സ്വാധീനം ചെലുത്താനാകും എന്ന് വെളിവാക്കുന്നതാണ്. അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ്. മകൾ പറയുന്ന ഇപ്രകാരമാണ്: ഒക്ടോബർ 26 വീട് ജപ്തി ചെയ്യും. അപ്പോൾ ഒക്ടോബർ 22 വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി. 30 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കേസ് സെറ്റിൽമെൻറ്റ് നടന്ന് ഈ മകളുടെ അങ്ങനെ കടത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ തീരുമാനമായി. ആ മകൾ ഇന്ന് ആ സാക്ഷ്യപീഠത്തിൽ വന്ന് നിൽക്കുമ്പോൾ, ആ മകൾ സാക്ഷ്യപീഠത്തിൽ ഈ സമയം വന്ന് നിൽക്കുമ്പോൾ മകൾ പറയുന്നു 40 ലക്ഷത്തിൻ്റെ കടവും തീർത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. മൂന്നാമതായിട്ട് ഈ മകൾ പറയുന്നത് വലിയൊരു വചനബോധ്യമാണ്. അത് ഇപ്രകാരമാണ്: യു ആർ മൈൻ ആൻഡ് ഐ എം ഹിസ് എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലും. എന്നോട് ഈശോ സംസാരിക്കുമ്പോൾ ഒക്കെ ഈശോ നിരന്തരമായി എന്നോട് പറയുന്നത് യു ആർ മൈൻ ആൻഡ് ഐ എം യോസ്
എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതായത് നീ എൻ്റേതാണ് എന്നുള്ള ആ ഒരു വലിയ ഞാൻ അവൻ്റേതും, അത് വലിയൊരു ബോധ്യമാണ്. ക്രിസ്തു സ്വന്തമാക്കിയവൻ്റെ വലിയൊരു പ്രഖ്യാപനം. പിന്നെ ആ മകള് മറ്റു പല സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദൈവം എൻ്റെ എല്ലാമാണ്. ഹീ ഈസ് ദ പ്രൊവൈഡർ, ഹീ ഈസ് ദ ഹീലർ, ഹീ ഈസ് മൈ എവറിത്തിങ് എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഒരു രീതിയിലും ഹി വാസ് മൈ ആമർ. നമ്മൾ ഒരു പടച്ചട്ട അണിയുന്നത് പോലെ ഹി വാസ് ദി ആമർ ദാറ്റ് ഷീൽഡഡ് മീ ഫ്രം എവറിത്തിങ് ത്രൂ thick and thin. ഇങ്ങനെയാണ് ആ മകളാ സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഈ ദിവസങ്ങളൊക്കെ ഞാൻ ധ്യാനിച്ച ഒരു വചനഭാഗമുണ്ട്, നിയമാവർത്തനം 28. അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ധ്യാനിപ്പിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഈ മകളുടെ സാക്ഷ്യവുമായിട്ട് ഞാനത് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുമല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ആ ഒരു വഴിയിലേക്കാണ് ഈ സമയം വഴി നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വചനം നിയമാവർത്തനം 28:8 നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്നെ അനുഗ്രഹിക്കും. അതായത് നിന്റെ കളപ്പുരകളിലും പ്രയത്നങ്ങളിലും അവിടെ നിന്നെ അനുഗ്രഹിക്കും. എപ്പോഴാണ് അനുഗ്രഹിക്കുന്നത്? അവിടെ നിന്ന് അരുളി ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ വഴിയിൽ നടക്കുമെങ്കിൽ നിന്റെ പ്രയത്നങ്ങളും നിന്റെ കളപ്പുരകളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആമുഖത്ത് സൂചിപ്പിച്ചതുപോലെ ഈ മകൾ പഠിച്ച സബ്ജക്റ്റ് BA ഹോണേഴ്സ് ഇൻ ലീഗൽ സ്റ്റഡീസാണ്. അതാണ് ആ മകളുടെ മെറിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് LLM അഡ്മിഷന് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. പക്ഷേ മരിയൻ ഉടമ്പടി ജീവിതം സ്വീകരിക്കാൻ സ്വയം തിരുമനസ്സായ പരിശുദ്ധമ്മയ്ക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് എളിമപ്പെട്ട് കടന്നു വന്നപ്പോൾ ആ മകളുടെ പ്രയത്നത്തെ ദൈവം അനുഗ്രഹിച്ചു. 2 കാര്യം ആ മകൾ പറയുന്നുണ്ട്. ഒന്ന്, വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS C1 സ്കോറും കിട്ടി. അതാണ് പ്രയത്നങ്ങളിൽ അനുഗ്രഹിക്കുന്ന ദൈവിക സാന്നിധ്യം. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം നിയമാവർത്തനം 28:9 തിരുവചനമാണ്. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. അതെ, ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും ഒക്കെ പാലിച്ച് മുന്നേറുമെങ്കിൽ അവിടെ നിന്ന് നിന്നെ സ്വന്തം ജനമായി വിശുദ്ധ ജനമായിട്ട് ഉയർത്തും. അപ്പോൾ ഈ മകള് സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട്. എനിക്ക് ക്ഷമ എന്നുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. ക്ഷമിക്കാൻ എനിക്ക് പലരോടും ദേഷ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആർഗ്യുമെൻറ്റേറ്റീവാണ് ഞാൻ. അപ്പം ആൾക്കാരോട് തർക്കിക്കുകയും അവരെ ഒഫൻഡ് ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ തിരിച്ചും അവർ തർക്കിക്കുമ്പോഴത്തേക്കും ഞാനും ഒഫൻഡഡ് ആവും. അപ്പം ഞാൻ അവരെ വെറുത്ത് അവരെ മിണ്ടാതിരിക്കുകയും അങ്ങനെ ഒഴിവാക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. ഞാൻ ക്ഷമിക്കും. ഞാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവരോട് പോയി സംസാരിക്കുകയും അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ദൈവിക പുണ്യങ്ങൾ ആർജിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകൾക്ക് വലിയ വെളിപ്പെടുത്തലുണ്ടാണ്. യു ആർ മൈ, ഐ ആം ഹിസ്. അത് ഭയങ്കര ഒരു വെളിപ്പെടുത്തലാണ്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ആദ്യമൊക്കെ എനിക്ക് പാടായിരുന്നു പത്രം വിതരണം ചെയ്യാൻ. കാരണം ആൾക്കാർ അത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഹ്യൂമിലിയേഷൻ അത് എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല. അത് പലരും നിങ്ങൾ പത്രപ്രേക്ഷക പ്രവർത്തനം ചെയ്യുമ്പോൾ എന്നെയൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അതായത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി നമ്മൾ ഈ സോ കോൾഡ് സൊസൈറ്റി ലേഡീസ് എന്നൊക്കെ പറയുന്നവർ, ഞാൻ വൈറ്റില ഹബ്ബിലൊക്കെ പത്രം ഇങ്ങനെ പത്രപ്രേക്ഷക പ്രവർത്തനം എത്തുമ്പോൾ എന്നെ നേരിട്ട് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സഭാവസ്ത്രത്തിൽ തന്നെയാണ് ഈ പ്രേക്ഷക പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞ ഉപകാരമാണ് ഞാൻ അവിടുത്തെ മെമ്പറാണെന്ന്. അപ്പോൾ അവർക്ക് ആകെ ഷോക്കായിപ്പോയി. അതായത് ഞാൻ അനുഭവിച്ചറിഞ്ഞ, ഞാൻ രുചിച്ചറിഞ്ഞ, ഇത്രയും നാൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന, ഇപ്പോൾ ഈ സഭാവസ്ത്ര സ്വീകരണത്തിലൂടെ ഞാൻ ധരിച്ചിരിക്കുന്ന മെഡലിലും കൃപാസന മാതാവ് തന്നെയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ കൃപാസനം മദർ ഓഫ് കോസ്മോസ് എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അമ്മേനെ ഞാൻ അറിഞ്ഞ പത്രമാണ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി.
അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞ് അവർ പുറം തിരിഞ്ഞു പോയി, നടന്നുപോയി. അപ്പോൾ ഇതേപോലെ ഈ മകൾ പറയുന്നുണ്ട്, ഈ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ഹ്യൂമിലിയേഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ മകൾക്ക് ഈശോ ഒരു ബോധ്യം കൊടുത്തു, അതെ ഞാൻ ഈ നിൽക്കുന്നത് വഴി, ഈ ഒരു പത്രപ്രേക്ഷണ പ്രവർത്തനം വഴി ഞാൻ വഴി ഒരു വ്യക്തി ഈശോയെ അറിയണം. അങ്ങനെ ഒരു ത്രില്ല് കയറിയപ്പോൾ ഈ മകൾക്ക് ഇതൊരു ലൈറ്റ് വെയ്റ്റനിങ് ആയിട്ട് അനുഭവപ്പെട്ടു. അതായത് ഈ പത്രപ്രേക്ഷണ പ്രവർത്തനം അത് ആ മകൾ പറയുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം വിശുദ്ധ ജനപദവിയിലേക്ക് ഈ മകൾ ഉയർത്തപ്പെട്ടു. അതാണ് നിയമാവർത്തനം 28:9. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം ഇപ്രകാരമാണ്: കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്തെ തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. അതായത് തക്ക സമയത്ത് ദൈവം മഴ പെയ്ച്ച് നിന്റെ പ്രയത്നങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. നീ അനേകം ജനതകൾക്ക് കടം കൊടുക്കും എന്നാണ് ഈ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. നിനക്ക് ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുക. അപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒക്ടോബർ 26-ന് വീട് ജപ്തിയാവുന്ന ഒരു വലിയ വിഷമസന്ധിയിലൂടെ ഈ മകൾ കടന്നു പോകുമ്പോൾ തക്ക സമയത്താണ് കർത്താവ് തന്നെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് ആ മകളെ അനുഗ്രഹിക്കുന്നത്. അതായത് 26-ന് ജപ്തിയാവും, 22-ന് 30 വർഷമായിട്ട് ഒരു നീക്കുപോക്കും ഇല്ലാത്തൊരു കേസ് സെറ്റിൽ ചെയ്ത് 40 ലക്ഷം കടത്തിൽ നിന്ന് കുടുംബത്തെ പൊക്കിയെടുക്കുകയാണ്. അതാണ് തക്ക സമയത്താണ് മഴ പെയ്ച്ച് ദേശത്ത്, തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. മരിയൻ ഉടമ്പടിയുടെ വലിയ പാക്കേജിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സാക്ഷ്യമാണിത്. ഈ മകളുടെ സാക്ഷ്യം നിങ്ങളൊന്ന് പഠിക്കണം. അതായത് ആദ്യം മകൾ ചെയ്യുന്നൊരു നടപടി എന്താണ്? ഇങ്ങനെ ജീവിതം എന്താണെന്ന് പകച്ചു നിൽക്കുമ്പോൾ ഉടമ്പടിയിലേക്ക് ജീവിതം സമർപ്പിക്കുകയാണ്. അതാണ് മകൾ ഒന്നാമതായിട്ട് പറയുന്നത്. ഉടമ്പടി ജീവിതം സ്വീകരിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. സ്വീകരിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം ഈ മകൾ ചെയ്യുന്നത്, ഈ മകളുടെ കുറവുകളെ നികത്തിക്കൊണ്ടാണ് ഈ മകൾ മുന്നേറുന്നത്. നമ്മളുടെ ഒരു കുറവാണ് ആ മകൾ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. എന്താണ്? ക്ഷമിക്കാനുള്ളൊരു വിഷയം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ചില കുറവുകൾ നമുക്കുണ്ടാവും. അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതീവ ദൈവസ്നേഹത്തോടെ ദൈവത്തിനോട് തന്നെ ആ കൃപ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം. മരിയൻ ഉടമ്പടി ആവുമ്പോൾ അത് അലോട്ടഡാണ്. കാരണം വലിയ കൃപകളാൽ ധന്യരാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് ഓരോ മരിയൻ ഉടമ്പടി എടുക്കുന്ന മകളെയും മകനെയും പരിശുദ്ധ ദൈവമാതാവ് ഈ അൾത്താരയിൽ നിന്ന് യാത്രയാക്കുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതായത് ആരാണ് എന്നെ ഭവനത്തിലോട്ട് സ്വീകരിക്കുന്നത്? അതെ, കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അന്നു മുതൽ അമ്മയെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇങ്ങനെ ഈശോ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാന് ഭരമേൽപ്പിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. മരിയൻ ഉടമ്പടിയിലും നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു നടപടി ഇതുതന്നെയാണ്. അമ്മയെ സ്വീകരിക്കാൻ തയ്യാറാകണം. അതിന് ഉടമ്പടി ജീവിതം അഭ്യസിക്കാൻ തയ്യാറാകണം. അതാണ് ഈ മകൾ ഒന്നാമതായിട്ട് ചെയ്തത്. പിന്നെ ആത്മവിശുദ്ധീകരണം നടത്തി. ഇതേപോലെ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ, അതായത് പത്രം കൊടുക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം ഈശോയെ കൊടുക്കാനാണ് ഇത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മകൾക്ക് വലിയ ആത്മസന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മകളുടെ ഫയലിലും ദൈവപിതാവ് ഒപ്പിട്ടു. ആ മകളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടി. അതായത് നമ്മൾ പറയുന്നുണ്ട് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവൾ ട്രാൻസ് അടിച്ചാണ് ആ സാക്ഷ്യം പറയുന്നത്. അതെ, ദൈവത്തെ നമുക്കും സ്വന്തമാക്കാൻ പറ്റും. അത് മരിയൻ ഉടമ്പടി വഴിയാവുമ്പോൾ സമയച്ചുരുക്കത്തിൽ 90 ദിവസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ് ഈ മകൾ സാക്ഷ്യപീഠത്തിൽ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നടന്ന വലിയ ദൈവിക ഇടപെടലുകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് നമുക്കും സ്വന്തമാക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ മാതാവേ, ഈ മറിയ എന്ന മകളുടെ വലിയ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതെ, മരിയൻ ഉടമ്പടി എന്നുള്ളത് നിൻ്റെ വിശുദ്ധ ജനമെന്ന വലിയ പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്താനുള്ള ദൈവിക നടപടിയാണ്. അതിന് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 1 മുതൽ പറയുന്ന തിരുവചനം അനുസരിച്ചുകൊണ്ട്
അതെ, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നീ മുന്നേറിയാൽ നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വലിയ വാഗ്ദാന വചനം ശ്രവിച്ചതിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെയും ജീവിതത്തിൽ എളിമപ്പെട്ടുകൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിക്കുന്നതിലൂടെ വചനം ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നതിലൂടെ വലിയ സാക്ഷ്യത്തിലേക്ക് മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ ദൈവമാതാവേ നിൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് ഈശോയെ വലിയ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ചുകൊണ്ട് ഞങ്ങളെയും സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിലെ ധ്യാന ചിന്ത വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.